എന്നാണ് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിയുന്നത്ര മെഡിക്കൽ സപ്പോർട്ട് നൽകുന്നുമുണ്ട്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കൂടി പോവുകയാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, നേരത്തെ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളും മറ്റ് മുൻകരുതൽ നടപടികളുമാണ് ജില്ലയിൽ നടപ്പിലാക്കുന്നത്. ആനക്കയം, പാണ്ടിക്കാട് 2 പഞ്ചായത്തുകളിൽ പൂർണ്ണമായിട്ടും നിയന്ത്രണങ്ങളുണ്ട്. കടകൾ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ. ഈ ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ പൊതു ചടങ്ങുകളിൽ പരമാവധി ആളുകളെ കുറച്ച് മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന നിർദ്ദേശമുണ്ട്. കാരണം പലതും മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങുകളാണെങ്കിൽ പരമാവധി ആളുകൾ കുറച്ച് ഈ സമ്പർക്കം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല. ബസ്സുകൾക്കും മറ്റ് സഞ്ചാരത്തിനും ഒന്നും തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ പരമാവധി തിരക്ക് കുറയ്ക്കുന്ന രീതിയിൽ, അതായത് വലിയ സമ്പർക്കമില്ലാത്ത രീതിയിൽ വേണം ഈ വാഹനങ്ങളൊക്കെ തന്നെ അവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 60 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഈ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ ഈ കുട്ടിയുമായി സ്കൂളിൽ വെച്ചും ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചുമൊക്കെ സമ്പർക്കത്തിലായ വിദ്യാർത്ഥികളുണ്ട്, കുട്ടിയുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ കുട്ടിയെ പരിചരിച്ച ശുശ്രൂഷിച്ച ഡോക്ടർമാരും നഴ്സുമാരുണ്ട്. അങ്ങനെ ഈ 60ഓളം പേർക്ക് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയക്കും. അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇതിനു വേണ്ട സൗകര്യങ്ങൾ 30 റൂമുകൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ICU വാർഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. സംശയം തോന്നുന്ന ആർക്കും ഈ ഒരു ഐസൊലേഷൻ വാർഡിലേക്ക് അവരെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതിനുള്ള ആൻറ്റിബോഡി നാളെ തന്നെ ജില്ലയിലെത്തും. മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി തന്നെ നടത്തുന്നുണ്ട്. റൂട്ട് മാപ്പും ഉടൻ പ്രഖ്യാപിക്കും. കുട്ടിക്ക് രോഗം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അത് ജില്ലയിൽ നിന്ന് തന്നെ, ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനുമുള്ളത്. കാരണം വിരോധയാത്രയും അതിന് മുൻപുണ്ടായ സംഭവങ്ങളൊക്കെ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ആ ഒരു സമയത്തുണ്ടായ ഈ ഒരു അണുബാധ അല്ലെങ്കിൽ ഈ പഴങ്ങൾ കഴിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഈ ബാധ ഇത്രയും സമയത്തിന് ശേഷം അല്ല ശരീരത്തിൽ അതിൻ്റെ പ്രത്യക്ഷ ഫലത്തിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിനിടെ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു രോഗത്തിന്റെ കാരണം എന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. അതായത് അനുമോദ്, ഈ രോഗത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രം ഈ പ്രദേശത്ത് തന്നെ ആകണം എന്ന ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് എത്തുന്നു അല്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഈ ഒരു പഴം കഴിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നിഗമനം. അത് ഈ കുട്ടി കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് അബോധാവസ്ഥയിലാണ്. നമുക്കതൊന്നും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല എന്ന് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടിയുമായി അടുത്ത സുഹൃത്തുക്കൾ, കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ, അവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയും വേണം ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക്, ഈ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തുവാൻ. നിലവിൽ അത് ഈ ഒരു ജില്ല തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കുട്ടി പോയിരുന്ന മേഖലകൾ, കുട്ടിയുമായി സമ്പർക്കത്തിലായിരുന്ന ആളുകൾ, അവരുടെ സമ്പർക്കത്തിൽ വന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിലുള്ളതിൽ ലക്ഷണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് പനി ബാധിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ സാമ്പിൾ ഇതിനോടകം തന്നെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു ഫലം നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ തോതിൽ ഒരു പടർന്നു പിടിക്കുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഘട്ടമായിട്ടില്ല. പക്ഷേ ശ്രദ്ധ വേണം, നിയന്ത്രണങ്ങൾ വേണം. നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. മാധ്യമപ്രവർത്തകർക്ക് വരെ അവിടേക്ക് നിരോധനമുണ്ട്. അവിടേക്ക് പോകരുത് എന്ന കർശന നിർദ്ദേശമാണ് മന്ത്രിയും കളക്ടറുമൊക്കെ നൽകിയിരിക്കുന്നത്. അത്രമാത്രം നമുക്ക് കോഴിക്കോട് ഇത് നേരിട്ട അതേ രീതിയിൽ തന്നെ അതിനേക്കാൾ മികച്ച അതാണല്ലോ അനുമോദ്. ഇനിയിപ്പോൾ പ്രധാനമെന്നത് അതാണ്. ഈ രോഗിയുടെ പശ്ചാത്തലം എന്നതിനൊക്കെ അപ്പുറത്ത് ഇനി ആളുകൾ, ഈ പ്രദേശവാസികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വീണ്ടും കൂടുതൽ നിർദ്ദേശങ്ങൾ വന്നേക്കാം. ഇപ്പോൾ ഈ മതപഠനശാലകൾക്കടക്കം അവധി നൽകിക്കൊണ്ടുള്ള ഒരു പെട്ടെന്നുള്ള തീരുമാനം, വരും ദിവസങ്ങളിൽ കൂടുതൽ സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യം. നാളെ ഇപ്പോൾ അവധി ദിവസമായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ അതിനുശേഷം സ്കൂൾ തുറക്കും. ഇപ്പോൾ തന്നെ ഈ കുട്ടി വളരെ ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു, മിടുക്കനായ കുട്ടിയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ കുട്ടികൾ മാത്രമാണോ, അല്ലെങ്കിൽ മറ്റ് വീടുകളിൽ
സമ്പർക്ക പട്ടികയിലേക്ക് വരുന്ന വീടുകളിൽ നിന്നുള്ള കുട്ടികൾ മറ്റു സ്കൂളുകളിൽ പോകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണമാണല്ലോ. എന്തൊക്കെയാണ് പ്രാഥമികമായി നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ പറയുന്നത്? പ്രധാനമായിട്ട് ആനക്കയം, പാണ്ടിക്കാട് ഈ 2 പഞ്ചായത്തുകളിലാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ ഒന്ന്, ട്യൂഷൻ സെൻ്ററുകൾക്കും മതപഠനശാലകൾക്കും പ്രവർത്തിക്കാൻ അനുമതിയില്ല നാളെ എന്നുള്ളതാണ്. തുടർ ദിവസങ്ങളിലെ പ്രവർത്തനത്തെക്കുറിച്ച് നാളെ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. അതുപോലെ തന്നെ ഈ മേഖലകളിൽ കടകളിൽ 10 മുതൽ 5 വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകൾ ഈ 2 പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും 10 മണി മുതൽ 5 വരെ മാത്രമേ പ്രവർത്തിക്കാൻ ആവുകയുള്ളൂ. സിനിമാ തിയേറ്ററുകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതിയില്ല. സഞ്ചാരത്തിന്, അതായത് ഈ ഒരു മേഖലയിലെ റോഡുകൾ എവിടെയും അടച്ചു കെട്ടുകയോ വാഹനം നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ മേഖലയിലൂടെ പോകുന്ന സർവീസ് നടത്തുന്ന ബസ്സുകളിലാവട്ടെ മറ്റു വാഹനങ്ങളിലാവട്ടെ അവർക്ക് ഒരു ശ്രദ്ധ വേണം. ബസ്സുകളിൽ ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകരുത്. അത്തരത്തിൽ ആളുകൾ കൂടുതലായിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. മുൻ നിശ്ചയിച്ച വിവാഹങ്ങളോ മറ്റു പൊതുചടങ്ങുകളോ മാറ്റിവെക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ അവിടെ പരമാവധി ആളുകളെ കുറച്ച് മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി ഈ ഒരു മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ളവർ ഈ കൺട്രോൾ റൂമുകളിലേക്ക് വിളിക്കുവാൻ മടി കാണിക്കരുത്. എത്രയും വേഗം വിളിക്കണം. അവർക്ക് വേണ്ട ആംബുലൻസ് സൗകര്യങ്ങൾ വരെ സജ്ജമായിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ, ഐസൊലേഷൻ റൂമുകൾ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു. ICU വാർഡ് സജ്ജീകരിച്ചിരിക്കുന്നു. മരുന്ന്, ഈ ആൻറ്റിബോഡി നാളെ മലപ്പുറത്തേക്ക് മഞ്ചേരിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലക്ഷണങ്ങളുള്ളവർ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ ചികിത്സ നൽകുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള 60 പേരിൽ അടിയന്തരമായിട്ട് സാമ്പിൾ എടുത്ത് പരിശോധന നടത്തുക. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടിയന്തരമായിട്ട് ഇവിടെ നടപ്പാക്കുന്നത്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നാളെ ചേരുന്ന യോഗത്തിൽ കൂടുതൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ വരും എന്നുള്ളതാണ്. കാരണം തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളിൽ സ്കൂളുകൾക്ക് ഇനി നിയന്ത്രണം വരുമോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും അവലോകന യോഗം ചേരുമെന്നാണ് കളക്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. തീർച്ചയായും അത്തരത്തിൽ ജാഗ്രത കൈവിടാതിരിക്കേണ്ട സമയമാണ്. ഭയമോ പേടിയോ ആശങ്കയോ അല്ല, ജാഗ്രതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം നൽകേണ്ടത്. ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും ദിവസങ്ങളിലും കൂടുതൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നും കൂടിയാണ് CV അനുമോദ് വ്യക്തമാക്കിയത്. കോഴിക്കോട് പനി ബാധിച്ച